ഹലോ ട്രേഡേഴ്സ്. ഇന്ന് നിഫ്റ്റിയാണ് നമുക്കൊരു ബെയറിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റം തന്നത്. ബാങ്ക് നിഫ്റ്റി ഒരു 400 പോയിൻ്റ് അടുത്ത് പോസിറ്റീവും, ഫിൻ നിഫ്റ്റി ഒരു 137 പോയിൻ്റ് പോസിറ്റീവിൽ നമുക്ക് ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഒരു നെഗറ്റീവ് 73 പോയിൻറ്റിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ കണ്ടിന്യൂസ്ലി നിഫ്റ്റി ഒരു ബെയറിഷ് മൂവ് തന്നെയാണ് ഇന്നും നമുക്ക് കാണാൻ കഴിഞ്ഞത്. സെക്കൻഡ് ഹാഫ് നമുക്കൊരു കുറച്ച് ബുള്ളിഷ് മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഒരു ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഈ നമ്മൾ പറഞ്ഞിരുന്ന ഈ ലെവലിന് ഫസ്റ്റ് ഹാഫ് ഒന്ന് ബ്രേക്ക് ചെയ്തു, അതിനുശേഷം ഒരു റിക്കവറി എന്ന രീതിയിൽ അത് മുകളിലേക്ക് പുഷ് ചെയ്തിട്ടുണ്ട്. ആ ലെവലിൽ അങ്ങനെയാണ് നിൽക്കുന്നത്. നമ്മളിപ്പോൾ ഒരു 15 മിനിറ്റ്സ് ഒരു ഇൻട്രാഡേ ടൈം ഫ്രെയിമിലേക്ക് നോക്കുന്നത്. എന്താണ് ഇന്നത്തെ ആക്ഷൻസും കാര്യങ്ങളും ചെക്ക് ചെയ്യുകയാണെങ്കിൽ അറിയാം. മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, ഒരു ചെറിയൊരു ഗ്യാപ്പ് ഡൗൺ ആണ് ഓപ്പണിങ് നടന്നത്. ചെറിയൊരു വാല്യൂ ഗ്യാപ്പ് ഡൗൺ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഓപ്പൺ ചെയ്തത്. അതിനുശേഷം മാർക്കറ്റ് ഒരു കണ്ടിന്യൂസ് ഒരു ഫാള് തന്നെയാണ് ക്രിയേറ്റ് ചെയ്തത്. ഫാളുണ്ടായി, അതിനുശേഷം ഓപ്പൺ ചെയ്ത് ഇവിടെ ഒരു കണ്ടിന്യൂസ് ഫാൾ ഉണ്ടായി. അതിനുശേഷം ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തു, കുറച്ച് നേരം സൈഡ് വേസ് പോയി. അതിനുശേഷം ഇതൊരു അപ്പ് സൈഡ് ഒരു ബയേഴ്സിന് ഒരു കോൺഫിഡൻസ് കൊടുത്തത് മാർക്കറ്റ് ക്ലോസ് ചെയ്യുകയാണ് ഇന്ന് ചെയ്തിരിക്കുന്നത് സെക്കൻഡ് ഹാഫിൽ. സോ നാളത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആവുകയാണെങ്കിൽ ഒബ്വിയസ്ലി ബയേഴ്സ് ഒരു ഹാപ്പി ആയിട്ട് തന്നെയായിരിക്കും ഇരിക്കുക. എന്നുവെച്ചാൽ ഓൾറെഡി അവരുടെ പൊസിഷൻസ് എല്ലാം ബൈയിങ്ങിലാണ് നിൽക്കുന്നത്. സോ അവർക്ക് ഹാപ്പി ആയിരിക്കും, ഹോൾഡ് ചെയ്ത് പൊസിഷൻ നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇൻ കേസ് ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ അവർ പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കും. കണ്ടിന്യൂസ്ലി ഒരു ഫാൾ ഇവിടുന്ന് ഗ്യാപ്പ് ഡൗണിൽ നിന്ന് താഴ്ത്തിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. താഴ്ത്തിട്ട് വന്നാലും നമുക്ക് ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ട്. ഈ ലെവലിൽ സപ്പോർട്ട് ചെയ്ത് ചെറിയൊരു ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ ഇവിടുന്ന് സപ്പോർട്ട് ചെയ്തിട്ട് എടുത്ത് മുകളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, അതിനുശേഷം ഈ ലെവലിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ഇതാണ് നിഫ്റ്റിയുടെ കേസിൽ നമുക്ക് പറയാവുന്ന ഓരോ ലെവലുകളും കാര്യങ്ങളൊക്കെ. ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് പ്രൈസ് ആക്ഷനൊക്കെ വേറെ രീതിയിലാണ് വന്നിരുന്നത്. ചെക്ക് ചെയ്ത് നോക്കാം. ബാങ്ക് നിഫ്റ്റി സെയിം നമ്മൾ പറഞ്ഞിരുന്ന സ്വിങ് ഹോൾഡ് ചെയ്തൊക്കെയാണ് ബാങ്ക് നിഫ്റ്റിയും. ഇവിടെ നടന്നിരിക്കുന്ന ഒരു വ്യത്യാസം എന്തെന്നാൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, ഒരു ചെറിയൊരു ഗ്യാപ്പ് ഡൗൺ ആയിരുന്നു. അതിനുശേഷം ഇവിടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, അതിനുശേഷം മാർക്കറ്റ് ഇവിടം വരെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു. ഈ ലോ ക്രിയേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ മാർക്ക് ചെയ്തിരുന്ന ഒരു നമ്മുടെ ബയർ സോൺ, ആ സോൺ ആയിരുന്നു. അല്ലെങ്കിൽ ഒരു ബയേഴ്സിന് പ്രഷർ കൊടുക്കാൻ പറ്റുന്ന ഒരു ലെവലായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത ഈ ലെവലായിരുന്നു. ഇതിന് നമുക്ക് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല എന്ന് നമ്മൾ മെൻഷൻ ചെയ്തിരുന്നു. ഈ ലെവൽ മാർക്കറ്റ് എത്തി, നമ്മളിവിടുന്ന് ഈ ലെവൽ വരെ പ്രതീക്ഷിച്ചു. അതിനുശേഷം ഇത് തിരിച്ച് പുഷ് ചെയ്തു. മാർക്കറ്റ് അതിനുശേഷം അവിടെ ചെന്ന് ഒരു റിവേഴ്സ് ഒന്നോടെ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി ആ സോണിലേക്ക് തന്നെ തിരിച്ചു വന്നു. അതിനുശേഷം അതൊരു ഇൻസൈഡ് ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് അപ്പ് സൈഡ് മൂവ് ചെയ്തു. അങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ പോലെ മാർക്കറ്റ് മുകളിലേക്ക് അപ്പ് സൈഡ് മൂവ് ചെയ്താണ് നിൽക്കുന്നത്. സോ ഇതിൽ നിന്ന് നമ്മൾ കുറച്ച് നോക്കുകയാണെങ്കിൽ ബയേഴ്സിന് ഒരു കുറച്ചും കൂടി കോൺഫിഡൻസ് വന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ നാളെയും നമ്മൾ നിഫ്റ്റി പറഞ്ഞ പോലെ തന്നെ ഒരു ലെവലുകളായിട്ട് കൺസിഡർ ചെയ്യുന്ന ഫസ്റ്റ് ഇവിടെ ഒരു ഡബ്ല്യു പോലെ ഒരു പാറ്റേൺ നമുക്കിവിടെ കാണാൻ കഴിയും. ഡബ്ല്യു ടൈപ്പ് ഒരു പാറ്റേൺ നമുക്കിവിടെ ബോട്ടം എൻഡിൽ കാണാം. സോ ഇത് സക്സസ്ഫുൾ ആയിട്ട് നടക്കുന്ന തന്നെയാണ് ഇന്ന് ഇത് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ലെവലിൽ ഇത് ക്ലോസ് ചെയ്തിരിക്കുന്ന ചെറിയൊരു ബ്രേക്ക് ചെയ്ത് അപ്പ് സൈഡിലേക്ക് ഒരു ചെറിയൊരു മൊമെൻറ്റം ഇവിടെ കാണിച്ചിട്ടുണ്ട്. സോ ബയേഴ്സിന് നല്ല രീതിയിലൊരു മുകളിലേക്ക് പുഷ് ചെയ്യാനുള്ള ഒരു നല്ലൊരു ചാൻസ് തന്നെയുണ്ട്. ഇവിടെ നമുക്കിവിടെ ഒരു ഗ്യാപ്പ് കാണാം. ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് മാർക്കറ്റ് ഇവിടെ വരെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും. ഇത് ഓൾറെഡി മാർക്കറ്റ് ഒരു ക്രൂഷ്യൽ ലെവലായ 40,000 ക്രോസ് ചെയ്താണ് നിൽക്കുന്നത്. 40,355 ക്രോസ് ചെയ്തിരിക്കുന്നത്. സോ ആ ഒരു ലെവല് 40,000 എന്നൊരു ലെവൽ ക്രോസ് ചെയ്ത് നിന്നാലും ഇനി ഇവിടെ ഒരു 40,600 ആ ലെവൽ വരെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. സോ മാർക്കറ്റിൽ നിന്ന് ഇവിടുന്ന് ഒരു ഫ്ലാറ്റോ അല്ലെങ്കിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്ത് ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ഓൾറെഡി ബയേഴ്സ് പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവാം. ചെറിയൊരു റീട്രേസിന് ശേഷം മാർക്കറ്റ് ഇവിടെ വരെ വന്ന് ഇവിടെ ഒരു പ്രൈസ് ആക്ഷൻ നടന്ന് മേ ബി ഇത് ബ്രേക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ റിവേഴ്സ് ചെയ്യുകയോ ചെയ്യാം. ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ ഈ നിൽക്കുന്ന ബയേഴ്സിൽ കുറേ പേർക്കൊക്കെ ഒരു ഡൗട്ട്ഫുൾ ആയിട്ട് വരും, അതായത് ഇവരുടെ പൊസിഷൻ കറക്റ്റ് ആണോ അല്ലയോ എന്നും. സോ അവർ പെട്ടെന്ന് തന്നെ പ്രോഫിറ്റ് ബുക്കിംഗ് കാര്യങ്ങളും വരാം. കുറച്ച് ഡിപ്പ് എടുത്തതിന് ശേഷം ഇൻ കേസ് ഒരു ഡിസ്കൗണ്ട് പ്രൈസിൽ കിട്ടുകയാണ് ബയേഴ്സിന് പിന്നെയും തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഓർഡർ ബ്ലോക്കുകളൊക്കെ ഉണ്ടെങ്കിൽ മേ ബി പിന്നെയും ഈ സ്വിങ്ങിൽ നിന്ന് മുകളിലേക്ക് മാർക്കറ്റ് പിന്നെയും ഒരു സ്ട്രെങ്ത് എടുത്ത് മുകളിലേക്ക് പോകാനുള്ള ചാൻസും ഉണ്ട്. സോ ഇതൊക്കെയാണ് ലെവലുകൾ തന്നെ. നമുക്ക് സപ്പോർട്ട് ലെവലുമായിട്ട് ഫസ്റ്റ് പറയുന്നത് അത് ക്ലിയർ ചെയ്യാം. നമുക്ക് താഴത്തിട്ടുള്ള സപ്പോർട്ട് ലെവലുകളായിട്ട് പറയുന്നത് ഫസ്റ്റ് നമ്മൾ ബ്രേക്ക് ചെയ്ത ഈ ലെവൽ നമ്മളൊരു സപ്പോർട്ടായിട്ട് കൺസിഡർ ചെയ്യുന്നു.
അതുപോലെ തന്നെ ഇവിടെ ഒരു സപ്പോർട്ട് സോൺ ഉണ്ട്, ഈ ഒരു ലെവല്. അതിനുശേഷം ഈ ഒരു ലെവലാണ് സപ്പോർട്ടുള്ളത്, ഈ ഒരു സ്ട്രേറ്റ് ഒരു ലൈൻ. ഇതൊക്കെയാണ് നമുക്ക് സപ്പോർട്ടുകളായിട്ടും മെൻഷൻ ചെയ്യാനുള്ളത്. ഇനി നാളത്തെ കേസിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഫിനാൻസ് എക്സ്പയറി ആണ്, ചൊവ്വാഴ്ചയാണ്. സോ അതിന് പറ്റിയ ലെവലുകൾ നമുക്കൊന്ന് മാർക്ക് ചെയ്യണം. ഓൾറെഡി നമുക്കറിയാം ഒരു മാർക്കറ്റ് ഒരു അപ്സൈഡ് മൂവ്മെൻ്റ് ആണ് കാണിച്ചിരിക്കുന്നത്. സെക്കൻഡ് ഹാഫ് ഒരു അപ്സൈഡ് മൂവ്മെൻറ്റുമാണ്. സോ നമ്മൾ നിഫ്റ്റിയിലെ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി മോർണിംഗ് ടൈമിലും അത് ആഫ്റ്റർനൂൺ സെക്ഷനിൽ മേ ബി ഒരു സെല്ലിംഗ് പ്രഷർ വന്നാൽ, സെല്ലിംഗ് ഒരു മൊമെൻറ്റം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സെല്ലിംഗ് സൈഡ് വേണമെങ്കിലും ട്രേഡ് എടുക്കാവുന്നതാണ്. ഇതും ഇതേ ലെവൽ തന്നെ ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ്. ഒരു ചെറിയൊരു അപ്സൈഡ് മൊമെൻറ്റം കാണാം. ഇവിടുന്ന് ഒരു ഗ്യാപ്പ് ഇപ്പോൾ ഓപ്പൺ ചെയ്ത് ഈ ലെവലിനെ റീട്രേസ് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ സെയിം നമ്മളിവിടെ പറഞ്ഞ പോലെ ഇവിടെ ഒരു റെസിസ്റ്റൻസ് സോൺ ഗ്യാപ്പ് ഫില്ലിംഗ് ഉണ്ട്. അതുവരെ നമുക്കൊരു മൊമെൻറ്റം പ്രതീക്ഷിക്കാവുന്നതാണ്. 18,240-230 ലെവൽ വരെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ലെവലുകളിൽ എന്താണ് ആക്ഷൻ നടക്കുന്നതെന്ന് നോക്കി നമുക്ക് വേണമെങ്കിൽ ട്രേഡിലേക്ക് എൻ്റർ എടുക്കാം. ഇവിടെയാണ് ഇതിൻ്റെ സപ്പോർട്ട് സോൺ ഇരിക്കുന്നത്. മാർക്കറ്റ് ഇവിടുന്ന് റിവേഴ്സ് ചെയ്യുകയാണെങ്കിൽ തിരിച്ചിറങ്ങാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. സോ ഇതാണ് ഇന്നത്തെ നമ്മൾ മാർക്കറ്റിൻ്റെ യൂഡി അനാലിസിസ് കാര്യങ്ങളൊക്കെ. ട്രേഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ നമുക്ക് എടുത്ത ട്രേഡുകൾ എങ്ങനെയാണ് ഇവിടെ നിൽക്കുകയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ എടുത്തിരുന്ന ഫസ്റ്റ് ട്രേഡ് നമ്മൾ മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഓൾറെഡി അറിയാമായിരുന്നു ഇവിടെ വരെ ഈ സോൺ എന്തായാലും ടെസ്റ്റ് ചെയ്യാൻ വരുന്നത് അറിയാമായിരുന്നു. സോ ഈ ഒരു ഗ്യാപ്പ്, ഈ ഒരു സെല്ലിംഗ് പ്രഷർ നമ്മൾ യൂട്ടിലൈസ് ചെയ്തു. ഇവിടുന്ന് ഓപ്പൺ ചെയ്ത സമയത്ത് തന്നെ നമ്മളിവിടെ ഒരു സെല്ലിംഗ് കൊടുത്തു, പുട്ട് ഓപ്ഷൻ ബൈയിങ് എടുത്തു. അതിനുശേഷം ഇവിടെ വരെ എത്തിയപ്പോൾ നമ്മൾ ടാർഗറ്റ് അച്ചീവ് ചെയ്ത് നമ്മൾ ക്ലോസ് ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് റിവേഴ്സ് ചെയ്ത് മുകളിലേക്ക് പോയി. ദെൻ ഇവിടുന്ന് തിരിച്ചു വന്നു ഈ സെയിം ബൈയിങ് സോൺ. അവിടെ രണ്ടാമത് പ്രഷർ എടുത്തു. അതുപോലെ തന്നെ ഇവിടെ ഒരു ഇൻസൈഡ് ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തു. ഈ ഇൻസൈഡ് ക്യാൻഡിൽ ഇവിടെ ഈ സോൺ ബ്രേക്ക് ചെയ്ത് നമുക്ക് ഇവിടെ ഒരു ട്രേഡ് ഉണ്ടായിരുന്നു. അതിനുശേഷം കുറച്ചും കൂടി സൈഡ് വൈസ് ആയിട്ട് മാർക്കറ്റ് മൂവ് ചെയ്ത് നമ്മൾ കൂടുതലായിട്ട് അതിനെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു 2 ട്രേഡുകളാണ് ഇവിടെ വന്നിരുന്നത്. ഈ ഒരു ലെവൽ ബ്രേക്ക് മാർക്ക് ചെയ്താൽ നമുക്കിവിടെ ഒരു ലെവലുണ്ട്, പക്ഷേ അത് നമ്മൾ അത്ര മെൻഷൻ ചെയ്തില്ല. കാരണം വെച്ചാൽ 3 മണിയായിരുന്നു. അതുപോലെ തന്നെ നാളത്തേക്കുള്ള മൊമെൻറ്റത്തിന് വേണ്ടിയുള്ള ഒരു ഇനിഷ്യൽ മൂവായിട്ട് നമ്മളതിനെ കൺസിഡർ ചെയ്ത് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. സോ ഇവിടുത്തെ 2 ട്രേഡുകളാണ് ഉണ്ടായിരുന്നത്. അതാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഇന്നത്തെ ട്രേഡും കാര്യങ്ങളൊക്കെ. സോ നാളത്തെ യുടെയും അനാലിസിസും കാര്യങ്ങളും ട്രേഡ് എന്താണ് നമ്മുടെ ലോജിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക് യു.